ഞാൻ എൻ്റെ റെനോൾട്ട് ഡ്രൈവറിൽ ഒരു ഡാഷ് ക്യാം വെച്ചിരിക്കുന്നത് നെക്സ്ഡിജിട്രോൺ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനീൻ്റെയാണ്. ഞാൻ ഓൺലൈനിൽ മേടിച്ചാണ്. 4500 രൂപേൻ്റെ അടുത്ത് എനിക്ക് ചിലവ് വന്നു. അതിൻ്റെ കൂട്ടത്തിലൊരു GPS കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ അതൊന്നും വർക്കിംഗ് അല്ല. പക്ഷേ ക്യാമറ നല്ല ക്ലാരിറ്റിയാണ്. അതുപോലെ അതിൻ്റെ കേബിൾ അവർ തന്നത് എനിക്ക് റെനോൾട്ട് ഡ്രൈവർ 7 സീറ്ററല്ല എത്തിയില്ല. ഞാൻ പിന്നെ അതൊരു ജോയിൻ്റ് അടിച്ച് വേറെ ഒരു കേബിൾ വെച്ച് ചെയ്യുകയാണ് ചെയ്തത്. വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ തന്നെ അത് റെക്കോർഡിംഗ് സ്റ്റാർട്ടഡ് എന്ന് പറയുകയും പിന്നെ നമുക്കതിൻ്റെ ആപ്പ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ട് വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് മൊബൈലിൽ റെക്കോർഡായ വീഡിയോസ് എല്ലാം കാണുകയും ചെയ്യാം. എല്ലാം സ്റ്റോർ ആയിക്കോളും. ഞാനതുപോലെ മെമ്മറി കാർഡ് ഇതിൽ മേടിച്ചിട്ട് സാംസങ്ങിൻ്റെ ഇവർ സജസ്റ്റ് ചെയ്യുന്നൊരു മെമ്മറി കാർഡുണ്ട്, അതാണ് ഞാൻ മേടിച്ചിട്ടത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മെമ്മറി കാർഡ് എറർ എന്ന് കാണിക്കുകയാണ്. ഞാനത് റീസെറ്റ് ചെയ്തു, റീസെറ്റ് ചെയ്തിട്ടും ഇടയ്ക്കിടയ്ക്ക് അത് പറയും. ചില സമയത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കും മെമ്മറി കാർഡ് എറർ, മെമ്മറി കാർഡ് എറർ എന്ന് പറഞ്ഞിട്ട്. ഞാനത് ഊരിയിടുകയും പിന്നീട് ഊരിയിട്ട് നോക്കി അങ്ങനെ ചെയ്യുന്നു. പക്ഷേ കുഴപ്പമില്ല സംഭവം. ക്യാമറ നല്ല ക്ലാരിറ്റിയാണ്. പക്ഷേ മെമ്മറി കാർഡിൻ്റെ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഞാനിതിൽ നെഗറ്റീവായിട്ട് കാണുന്നുള്ളൂ. ബാക്കി പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ക്ലാരിറ്റി നല്ലതാണ്. അതുപോലെ നൈറ്റ് വിഷനൊക്കെ നല്ല വൃത്തിയുള്ള നൈറ്റ് വിഷനൊക്കെയാണ്. പിന്നെ അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ഞാൻ ഈ ക്യാമറ കാണുന്നില്ല. അതും ഇപ്പോൾ ഒരു 4 മാസമായി ഞാൻ ഈ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. നല്ല ക്ലാരിറ്റി ഉണ്ട്. എത്ര മണിക്കൂറാണ് റെക്കോർഡാകും, ചൂടാവുക പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ ഈ ക്യാമറ ഗ്ലാസ്സിൽ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് അങ്ങനെ നിന്നോളൂ. വണ്ടി ചൂടായാലൊന്നും അത് ചാടിപ്പോവോ, വെയിലത്ത് നിർത്തിയിട്ടാലൊന്നും ചാടിപ്പോവോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് പുറത്തുനിന്ന് നോക്കുമ്പം ഇങ്ങനെയാണ് ക്യാമറ കാണുന്നത്. ഉള്ളിൽ കണ്ടോ ഞാനിങ്ങനെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനപ്പുറത്ത് ഒരു GPS മോഡുണ്ട്, അതങ്ങനെ വർക്കിംഗ് അല്ല. ഇതുണ്ട്, ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് ഞാനിങ്ങനെ വയറിട്ട് പിടിപ്പിച്ചത്. കണ്ടോ ആ GPS ഉണ്ടോ, അതൊന്നും വർക്കിംഗ് ഒന്നുമല്ല. ഞാൻ പിന്നെ വയർ തികഞ്ഞിട്ട് ബാക്കോട്ട് ചെറിയ ജോയിൻ്റ് അടിച്ചിട്ട് 7 സീറ്റർ ആണല്ലോ,